ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളല്ലേ നനച്ചുള്ളിപ്പണി മൊത്തം വീടൊന്ന് ക്ലീൻ ചെയ്യാച്ചിട്ട് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഷീക്ക വന്നിട്ടുണ്ട്. ഷീക്ക വന്നിട്ട് ഒരാഴ്ചയായിട്ടോ. അപ്പോൾ പിന്നെ മകളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ആയപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നോമ്പ് അടുത്തില്ലേ, അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നോമ്പൊക്കെ ആവാനായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ മോള് പോയിട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ഷീക്ക എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഷീക്ക നാളെ പോവും. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യേണ്ടി വരില്ലേ. അപ്പോൾ പിന്നെ ഷീക്ക എനിക്ക് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഷീക്കയും കൂടെ ഇറങ്ങിയിട്ട് എൻ്റെ റീനും ഉണ്ട് കേട്ടോ കൂടെ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ വെച്ച കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ചോറ് മാത്രം വെക്കണം കേട്ടോ. അപ്പോൾ രാവിലത്തെ നാഷ്ടപ്പണിയൊക്കെ കഴിഞ്ഞ് നാഷ്ട കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പണിക്ക് നിന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഷീക്കാക്ക് ഞാൻ പറഞ്ഞു, ഷീക്ക എന്താണ് കർട്ടനും പിന്നെ കുറച്ച് വാറാമല അടിച്ചു തരണം, പിന്നെ ഒക്കെ ഒന്ന് പൊടി ജനലൊന്ന് തുടച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കർട്ടനൊക്കെ കഴിച്ച് ഒരു കുന്നോളം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ സോപ്പ് പൊടിയിൽ പൂത്തി വെച്ചാൽ നമുക്കത് തിരുമ്പിയിട്ട് പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തൂക്കിയിടാമല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാനത് കൊണ്ടുപോയി സോപ്പ് പൊടിയിൽ ഇടാൻ വേണ്ടി എടുത്തോട്ട് പോയിട്ടോ. അപ്പോൾ കർട്ടനൊക്കെ കൊണ്ടുപോയി സോപ്പ് പൊടിയിൽ പൂത്തിയിട്ട് വന്നിട്ട് തലകാണികളൊക്കെ എടുത്തിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടിട്ടു. കുറച്ച് മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പുറത്തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ പൊടി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഉള്ളിൽ കയറ്റാൻ. അപ്പോൾ പിന്നെ ഉള്ളിൽ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വലിയ ബെഡ്റൂം. അപ്പോൾ ഇതെൻ്റെ മോളുടെയും മോൻ്റെ റൂമാണ്. അപ്പോൾ അവർ വരുമ്പോഴേ ഇത് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അതിൽ പൊടിയൊക്കെ തട്ടി അതിൻ്റെ മുകളിൽ കുറച്ച് സാധനം അതൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടിട്ടിട്ട് എന്നിട്ട് അവിടെയൊക്കെ പൊടി തട്ടി എടുത്തിട്ട് പിന്നെ ഞാനിത് ആ ഹാളിലേക്ക് വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനിത് ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും നിറയെ പൊടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ജനലുകളൊക്കെ ഒന്ന് ശരിക്കും വാറാമല തട്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ തുണി കൊണ്ട് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുത്ത് ഒരു ബ്രഷ് ആയിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇടയിലൊക്കെ ഉണ്ടാവുമല്ലോ നിറയെ വാറാമലകളും പൊടികളൊക്കെ. അപ്പോൾ അതൊക്കെ തട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ബ്രഷ് ആയിട്ട് ഫസ്റ്റ് തട്ടിയെടുത്തിട്ട് പിന്നെ തുണി കൊണ്ട് തുടച്ച് നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പൊടി തട്ടലും പിന്നെ വശീക്കത് പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ വാറാമല തട്ടി തരുന്നുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം വന്നിട്ട്. ഇത് 2 അലമാറൊക്കെ ഇങ്ങനെ ജനലിൻ്റെ ഓരത്ത് അടുപ്പിച്ച് വെച്ചിട്ട് നമുക്കത് ഡെയിലി വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ ആ സൈഡൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലാണ്ട് നല്ല പൊടിയും കച്ചറകളൊക്കെ നിറയെ ഉണ്ട്. ഒക്കെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കുറേ ഒഴിവാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഒഴിവാക്കണം. അപ്പം അങ്ങനെ ആ അലമാറയൊക്കെ മാറ്റിയിട്ടിട്ട് അങ്ങനെ പല്ലിക്കാഷ്ടങ്ങളും പിന്നെ വാറാമലി പൊടി മൊത്തം നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ ഭയങ്കര പാടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവിടെയും കുറച്ച് കുഴപ്പമില്ല. അപ്പോൾ ഇത് അങ്ങനെ നല്ല പൊടികളും നിറയെ വേസ്റ്റുകൾ. മക്കൾ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഇടും. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയില്ലല്ലോ. ഇന്ന് അടിച്ച് വരുമ്പോൾ കുറേ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടതെന്ന്. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് വൃത്തിയാക്കി കഴിഞ്ഞ് ശരിക്കും സോഫൻ്റെ ഈ സൈഡുകളൊക്കെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് തട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിക്കും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ശരിക്കും കട്ടൻ ചായ ചുടിക്കുന്നുണ്ട്. പിന്നെ കൊയ്യൊക്കെ ഞങ്ങളുടെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിച്ചിട്ട് തരുന്നുണ്ട്. അങ്ങനെ പൊടിയൊക്കെ തട്ടി തരുന്നുണ്ട്. പിന്നെ ഞാനിതാ കണ്ടോ എത്ര കച്ചറകളാണ് ആ റൂമിൽ മൊത്തം. എന്നിട്ട് അങ്ങോട്ട് മൊത്തം അടിച്ചു വാരി എടുത്തിട്ടോ. അടിച്ചു വാരി എടുത്തിട്ട് പിന്നെ അങ്ങനെ ഫുള്ളായി അടിച്ചു വാരി എടുത്തിട്ടോ. പിന്നെ ജനലിൻ്റെ കമ്പികളൊക്കെ അങ്ങനെ വെള്ളം അങ്ങനെ വെച്ചിട്ട് ഷീക്ക തുടച്ച് തരുന്നുണ്ട് കേട്ടോ. പുറത്ത് തുടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ വൃത്തിയാക്കി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് കളയാനെടുത്തിട്ടോ. അപ്പോൾ ഷീക്ക നനഞ്ഞ തുണിയും കൊണ്ടൊക്കെ ഇങ്ങനെ എനിക്ക് തുടച്ച് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ 3 മണിയായിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയപ്പോൾ. അപ്പോൾ അങ്ങനെ മോരും തൈരും ഞാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ മുട്ട ഓംലേറ്റ് ഇട്ടിട്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തണ്ണിമത്തൻ ഇന്നലെ കൊണ്ടുവന്നാണ് ഷീക്ക. അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ചു. അത് കഴിച്ച് സമയമില്ല. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കുക വെച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് ഞങ്ങൾ 3 പേരും കുടിച്ചു. പിന്നെ സോനുവിന് ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ അവനൊക്കെ ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവർ 2 പേരും കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. കിടന്നു കഴിഞ്ഞ സമയം പോയിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം തന്നെ 3:30 4 മണിയായിട്ടോ.
ഇനിയും പകുതി മുക്കാലും പണികൾ കിടക്കണം. അപ്പം അങ്ങനെ ഞാൻ അവർ റീനുവിനെ ഉറക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതാ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വാഷ് ബേസൊക്കെ കഴുകി പിന്നെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും തുടച്ച് വൃത്തിയാക്കി എടുത്ത് അങ്ങനെ നോമ്പൊക്കെ ആവാറായില്ലേ. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ അരി പൊടിച്ചു, മുളക്, മല്ലി, കോറ എല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എന്താ പറയുക പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒക്കെ വൃത്തിയാക്കിയിട്ട് എല്ലാവരുടെയും ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ച് കർട്ടനൊക്കെ തൂക്കിയിട്ട് കേട്ടോ. അത് ഹാള്, അത് എൻ്റെ മോളുടെ ബെഡ്റൂം, അതാണ് കേട്ടോ കുറച്ച് വലിയ ബെഡ്റൂമുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു റൂമുണ്ട്, അതെൻ്റെ സോനുവിൻ്റെ, അത് അന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളിലത്തെ പണികളൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്ത് എത്തിയിട്ട് ഞാൻ കർട്ടന് ചവിട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അത് തോരട്ട്. പിന്നെ കസാലകളൊക്കെ നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്യണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി സോപ്പിട്ട് അതൊക്കെ കഴുകി അത് ഉണക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ വീടൊക്കെ മൊത്തത്തിൽ നനച്ചു കുളിയാണ്ട് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ റീനു വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ ഒന്നും കൊണ്ട് പൈപ്പിട്ട് മോട്ടർ അടിച്ചിട്ട് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ നമ്മൾ സപ്പോർട്ട്